അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാണ് ഗൈസ്. വില്ലേജറിൻ്റെ ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു ഗൈസ് വില്ലേജ് ട്രേഡിംഗ് ഹാൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് എന്തായാലും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാൾ. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് നമ്മുടെ വില്ലേജസിൻ്റെ അടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അതും കുറഞ്ഞ വിലയ്ക്ക് ഗൈസ്. കുറഞ്ഞ എമറൽസിന് നമുക്ക് വില്ലേജിൻ്റെ അടുത്തുനിന്ന് ഫുഡും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും എൻചാൻറ്റിങ് ബുക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു വില്ലേജസിൻ്റെ അടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വില്ലേജർ ട്രേഡിംഗ് ഹാളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകട്ടോ ഗൈസ്. നമ്മളടുത്ത് വില്ലേജ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. കണ്ട ഇഷ്ടക്കണക്കിനാണെങ്കിൽ ഒന്നൊരു 10-20 ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടാ ഫുള്ളായി എടുക്കുകയാണ്. ഇനിയും ഇത് സ്പോണായി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാവലൊടുങ്ങും വില്ലേജ്. തുറന്നിടേണ്ടി വരും ഗൈസ്. അങ്ങനെയാണ് ഇപ്പോൾ പോയിട്ട് നിൽക്കുന്നത്. ഏതോ ഒരു വില്ലേജർ പുറത്ത് ചാടിയിട്ടുണ്ട് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ഗൈസ് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലായിട്ട് സെറ്റ് ചെയ്ത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇവിടെ സ്ഥലമില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇന്നൊരു സെറ്റപ്പ് ഞാനൊരു ട്യൂട്ടോറിയൽ കണ്ടതാട്ടെ ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വില്ലേജസിനെ നമ്മൾ ഈ ഒരു ക്യൂർ ചെയ്യാന്നൊരു സംഭവമുണ്ട്. നമ്മുടെ സോംബിനെ വെച്ച് ഞാൻ മറ്റേ വില്ലേജർ സോംബി ആക്കിയിട്ടുള്ളൊരു പരിപാടി ഉണ്ട് ഗൈസ്. ആ ഒരു സംഭവം സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് റെഡിയാക്കുന്നത്. സോ ട്രേഡിംഗ് ഹാൾ ഞാൻ പറയുമ്പോൾ ഗൈസ് എവിടെയാണ് സെറ്റ് ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. ഇവരെന്താ എൻ്റെ പുറകെ കിടക്കുന്നത്? ഈ ബ്രെഡ് കണ്ടിട്ട് വരാൻ തോന്നുന്നു ഗൈസ്. ബ്രെഡ് നല്ല കയ്യിൽ നിന്ന് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർ എൻ്റെ പുറകിൽ തന്നെ വരും. ഞാൻ പറയുമ്പോൾ ദാണ്ടെ ഇവിടെ നമുക്ക് ഒന്നൊന്ന് സെറ്റപ്പ് ആക്കാം. യെസ്, ഇവിടെയാണ് നമ്മളൊരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. കുറച്ചങ്ങോട്ട് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇത്രയും ഭാഗത്ത് നമ്മളൊരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് നമ്മുടെ ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കണം. നമ്മളൊരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കണമെങ്കിൽ കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. അത് നമുക്ക് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ ഹൈറ്റ് ഇവിടെ വേണം. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. കണ്ട ഈ ഒരു ഡേട്ടിൻ്റെ പൊക്കം കണ്ട ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ഡേട്ടിൻ്റെ പൊക്കത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ഡേട്ട് വെച്ച് കൊടുക്കണം. മനസ്സിലായി ഗൈസ്? ഈ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് ഈ ഒരു വില്ലേജിനെ കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡേട്ട് വെച്ച് കറക്റ്റ് ലെവലാക്കണം. നമ്മളിന്ന് വിചാരിക്കുന്നത് ഒരു 8 വില്ലേജസിനുള്ളൊരു ട്രേഡിംഗ് ഹാളാട്ടോ ഗൈസ്. ഒരു 8 വില്ലേജസിന് പറ്റുന്നൊരു ട്രേഡിംഗ് ഹാൾ വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് കുറച്ചുകൂടി വലുതാക്കട്ടെ ഗൈസ്. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കാം. അപ്പോൾ നമ്മുടെ വില്ലേജസിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അതിന് കുറേ പിസ്റ്റണും ആവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ട് 8 പിസ്റ്റൺ നമുക്ക് റെഡിയാക്കണം. എന്നാലും നമ്മളൊരു സോംബിൻ്റെ ആ ഒരു സെറ്റപ്പ് കൂടി റെഡിയാക്കണം. സോംബിനെ കൊണ്ടുവന്നിട്ട് ആ ക്യൂർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടി റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ കൂടി ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. ഒരു കോബിൾ സ്റ്റോൺ കൂടി നമുക്ക് എന്തായാലും പൊട്ടിച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം പണിയാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഇവിടെയാണ് നമ്മളെ ഒരു ട്രേഡിംഗ് ഹാൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ സംഭവങ്ങൾ റെഡിയാക്കണം. വേണ്ടത് പിസ്റ്റണൊക്കെ വേണം കേട്ടോ ഗൈസ്. ഇപ്പോൾ 8 പിസ്റ്റൺ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ കുറച്ച് അയൺ എടുത്തുകൊണ്ട് വരണം. കുറച്ച് അയൺ എടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കൊരു സ്റ്റാക്ക്, ഒരു 2 സ്റ്റാക്ക് എടുക്കാം. 2 സ്റ്റാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും എടുക്കാം. സോ എന്നിട്ട് നമ്മുടെ അയണിൻ്റെ ഒരു പിസ്റ്റണാണ് ഫസ്റ്റ് റെഡിയാക്കുന്നത്. സോ 8 പിസ്റ്റണാണ് നമുക്ക് ആവശ്യം. 8 പിസ്റ്റൺ എടുത്തിട്ടുണ്ട്. 8 ബെഡ് ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്.
8 ബെഡ് ആവശ്യമുണ്ട്. സോ നമ്മളടുത്ത് നമ്മുടെ ആ ഒരു ചെലന്തീൻ്റെ ആ ഒരു സംഭവം വേണം. ഇല്ലേ, ഇതിൻ്റെ സംഭവം വേണമല്ലോ ഗൈസ്. കേപ്പ് സ്ട്രിങ് വല, ചെലന്തി വല എടുത്തിട്ടുണ്ട്. ബട്ട് ഗൈസ് ഓക്കെ, കുറച്ച് റെയിലും കൈ പിടിക്കാം കേട്ടോ. ഷിറ്റ് ഗൈസ്, 3 പൂളേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഇനി സ്ട്രിങ് ആവശ്യമുണ്ട്. നമ്മുടെ ഫാമിലൊന്ന് പോയിട്ട് വരാട്ടോ ഗൈസ്. നമ്മുടെ ഒരു ലോക്ക് ഫാമിലൊന്ന് പോയിട്ട്, അല്ല സോറി, മോപ്പ് ഫാമിലൊന്ന് പോയിട്ട് വരണം. നമുക്ക് കുറച്ച് സ്ട്രിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. സ്ട്രിങ് വളരെ കുറവാണ്. സോ നമ്മളെ ബെഡ് സെറ്റ് ആക്കണമെങ്കിൽ സ്ട്രിങ് വേണം. അല്ല നമ്മൾ പോയി ഞാൻ ഷീപ്പിനെ കൊല്ലേണ്ടി വരും. നമ്മൾ ഷീപ്പിൻ്റെ ഫാം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൂള് കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. സോ അതൊരു പ്രോബ്ലം ആണ് കേട്ടോ ഗൈസ്. ഓ, കുറച്ച് ഫുഡ് എടുക്കട്ടെ. ഒരു പ്രോബ്ലം ആണ് ഗൈസ്. റിങ് ഇനി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ചാൻസ് കുറവാണ്. ഓഫ് ഫാമിൽ ഞാൻ AFK നിൽക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചെലന്തിനെ കിട്ടാൻ കുറച്ച് കുറവാണ് ഗൈസ്. സ്കെലട്ടനൊക്കെ കിട്ടുന്നുള്ളൂ. സ്കെലട്ടൻ്റെ സംഭവം വെച്ച് നമുക്ക് വൂള് സെറ്റാക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓ, എന്തായാലും നോക്കാട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഒരു ബെഡായിട്ട് ഉണ്ടാക്കിയത്. ഇനിയും നമുക്ക് 7 ബെഡ് കൂടി വേണം ഗൈസ്. 7 ബെഡ് കൂടി വേണം. ഓ, 15 സ്ട്രിങ്ങേ ഉള്ളൂ ഗൈസ്. 16 സ്ട്രിങ്ങേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമുക്കെന്തായാലും ഈ ഒരു സ്ട്രിങ് വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. അതില്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഷീപ്പിനെ അടിച്ച് കൊല്ലേണ്ടി വരും. നാല് വൂളാണ് ഉണ്ടാക്കാൻ പറ്റും. എന്നാലും ഒരു ബെഡേ കിട്ടിയുള്ളൂ ഗൈസ്. ഇപ്പോൾ 2 ബെഡായി. ഓക്കെ, ഇനിയും നമുക്ക് വേണം ഗൈസ് ബെഡ്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്. ബെഡിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓക്കെ, 2 വൂൾ നമ്മുടെ കയ്യിലുണ്ടല്ലേ. വേറെ വൂളുണ്ടോ നോക്കട്ടെ ഗൈസ് നമ്മുടെ ചെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ 3 ബെഡായിട്ടോ ഗൈസ്. 3 ബെഡായി. തൽക്കാലം ഇത് മതി ഗൈസ്. എന്നാലും 3 ബെഡ് മതി. ഇനി ബെഡ് വേണമെങ്കിൽ നമുക്ക് ഇനിയും സെറ്റ് ചെയ്ത് കൊടുക്കാം. സീനില്ല. ബെഡ് നമ്മൾ ആ ഒരു വില്ലേജറുമായിട്ട് കണക്റ്റ് ആവാനാണെന്ന് തോന്നുന്നു ഗൈസ്. ജോബ് എടുക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് ബെഡ് കൊണ്ടുവരാം. സോ ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്കിനി ട്രാപ്പ് ഡോറ് സെറ്റ് ആക്കണം ഗൈസ്. സോ ട്രാപ്പ് ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതിനാല്. ഓക്കെ, നമ്മൾ ട്രാപ്പ് ഡോർ റെഡിയാക്കി നമ്മൾ എന്തായാലും ഈ ബാരിൽസിലേക്ക് എടുത്തൊക്കെ കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൽ വന്ന് എടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 3 ബ്ലോക്ക് പൊട്ടിക്കണം. ഇങ്ങോട്ട് പൊട്ടിക്കാം. ഒന്ന്, 2, 3, 4, 5, 6, 7, 8. 8 മതി കേട്ടോ ഗൈസ്. ഇത് നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം. രണ്ട് ബ്ലോക്ക്, 3 ബ്ലോക്ക് മുകളിലോട്ട് ബിൽഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ല ഗൈസ്, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓരോരോ ഹോളിലായിട്ട് ഓരോരോ വില്ലേജറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ വെച്ച് പോട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ, സെറ്റാണെന്ന് തോന്നുന്നു. നമ്മളിതിനുള്ള കുടുങ്ങിയല്ലോ. ഇവിടെ ബ്ലോക്ക് വെക്കണം. ഓക്കെ, ഇവിടെ ആയിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മളെ പിസ്റ്റൺ വെച്ച് കൊടുക്കുക. ഓക്കെ, ഓരോന്നിലും അതുപോലെ തന്നെ പിസ്റ്റൺ സെറ്റ് ചെയ്യണം. നമ്മൾ 8 പിസ്റ്റൺ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് സ്റ്റോൺ എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. റെഡ് സ്റ്റോൺ വേറെ 6 റെഡ് സ്റ്റോണേ ഉള്ളൂ. ബാക്കി റെഡ് സ്റ്റോൺ എടുത്ത് പോയി. റെഡ് സ്റ്റോൺ യൂസ് ചെയ്തിരുന്നു. പിച്ച് ഗൈസ്. അപ്പോൾ പിസ്റ്റണ് ഞാൻ റെഡി ആക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് റെഡ് സ്റ്റോൺ തീർന്നത് ഗൈസ്. നമുക്കൊന്ന് മൈനിങ് ഏരിയ വരെ പോകണം കേട്ടോ. നമ്മുടെ പിസ്റ്റണ് നമ്മളെ റെഡ് സ്റ്റോൺ തീർന്നു. ഇവിടെ എവിടെയെങ്കിലും റെഡ് സ്റ്റോൺ ഉണ്ടോ നോക്കാം. നമുക്ക് 8 റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത് 6 എണ്ണേ ഉള്ളൂ ഗൈസ്. ബാക്കിയോടെ മൈൻ ചെയ്യണം. എന്തായാലും താഴെ വരെ ഒന്ന് പോവാം. താഴത്തെ എവിടെയോ ഞാൻ റെഡ് സ്റ്റോൺ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 8 റെഡ് സ്റ്റോൺ സെറ്റ് ചെയ്യണം. ലിവറിന് ഒരു സ്റ്റിക്കും കോബിൾ സ്റ്റോണും വേണം. അപ്പോൾ നമുക്ക് സ്റ്റിക്കാണ് വേണ്ടത്. ഓക്കെ, ലിവർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് ലിവർ സെറ്റ് ചെയ്യണം. ഓരോ സൈഡിലായിട്ട് നമുക്ക് ലിവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു റെഡ് സ്റ്റോണ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്യാം. ഓക്കെ, എട്ട് വില്ലേജസിന് ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് 8 വില്ലേജിനെ തുറക്കണം. ഓ കമോൺ, 8 വില്ലേജസ്, കമോൺ 8 വില്ലേജസ്. പാടമ്മമാർക്ക് എന്താ പുറത്തോട്ട് ഇറങ്ങണ്ടേ? എല്ലാവരും വാ, ഇറങ്ങി പാടെ തിടുക്കം കൂട്ടാതെ എല്ലാവരും ഇറക്കുക. പോട്ടെ റൈറ്റ്. എടാ എന്നെ ഒന്ന് പുറത്തോട്ട് വിടറേ. ഇതിപ്പം ഇന്ന ഉള്ളാക്കിയ പോലെ ആയല്ലോ. ഓ പൊന്നടാ, എത്ര ആളായി? ഓക്കെ, 8 വില്ലേജൊക്കെ ആയെന്ന് തോന്നുന്നു. ശരിക്കും 10 ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയെന്ന്. മാറ് നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിക്കാം. ഒരാൾ ഇറങ്ങി വാ. ഒരാൾ വന്നാൽ മതി. ഇറങ്ങണം. ഇവനെന്താ കാണിക്കുന്നത്? ഇറങ്ങി പോടാ അങ്ങോട്ട്. ഓക്കെ, ഒരു വില്ലേജിനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ റെയിൽ ഇടാം കേട്ടോ ഗൈസ്. ഇവിടെ ആയിട്ട് റെയിൽ സെറ്റാക്കാം. ഓക്കെ, ഇവിടെ ആയിട്ടല്ല സെറ്റാക്കേണ്ടത്. ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ മൈൻകാട്ട് റെഡിയാക്കണം.
മൈൻ കാർട്ട് റെഡി ആക്കണം ഗൈസ്. മൈൻ കാർട്ട്. ഓക്കെ, മൈൻ കാർട്ട് അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സെറ്റാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമ്മളെ മൈൻ കാർട്ടിൽ ഉന്തി വിടാം കേട്ടോ വില്ലേജറിനെ. ഓട്ടെ വില്ലേജറെ, റൈറ്റ്. ഓക്കെ, ഇനി ഇത് ഓണാക്കണം. ക്യാറി കള്ളപ്പന്നി ഇറങ്ങി ഓടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്യാം, അല്ല സ്ലാബ് സെറ്റ് ചെയ്യാം. എന്നിട്ടിത് പൊട്ടിക്കണം. മിക്കവാറും ഇവൻ ചാടി ഇവിടെ വന്ന് നിൽക്കും, അതാണ് പ്രശ്നം. ഇനി നമുക്ക് അടുത്ത വില്ലേജറിനെ കൊണ്ടുവരണം കേട്ടോ. നെക്സ്റ്റ് വില്ലേജർ ഒരാൾ മതി. ഒരാൾ ഇറങ്ങി ഒരാൾ, ഒരേ ഒരാൾ, ഓൺലി വൺ, ഓൺലി വൺ. അപ്പോൾ രണ്ടാൾ കയറി വന്നു. പോ എന്നോട് ആരും ഇറങ്ങി വരാൻ പറഞ്ഞ്, എൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒരാശ മതി, ഒരാൾ മതി. രണ്ടാൾ ഇറങ്ങി വന്നാൽ ഒമ്മരാൻ അടിച്ചങ്ങ് കൊല്ലും കഴിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വില്ലേജറിനോട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ലാബ് വെച്ച് കൊടുക്കണം. സ്ലാബ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബോട്ട് അങ്ങ് പൊട്ടിക്കാം. അതുപോലെ തന്നെ ഇതും പൊട്ടിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ 2 വില്ലേജിനെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ വില്ലേജിനെ കൊണ്ടുപോകണം കേട്ടോ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് അവിടെയും കൂടി നമ്മുടെ വില്ലേജിനെ കൊണ്ടുവരാം. ഇനി നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. 2 hours later. രണ്ടാമത്തെ വില്ലേജർ ഇറങ്ങി വാട അങ്ങോട്ട്. അവൻ കേറാണ്ട് ഇറങ്ങി ഓടി. ഒരാൾ മതി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വില്ലേജർ ആണ് കേട്ടോ ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വില്ലേജർ. ഓട്ടെ, പൊട്ടട്ടെ. ആ, എവിടെ നിന്ന് വരിക? അത്രയും നേരം എവിടെ ആയിരുന്നു? ഓക്കെ, നമ്മളെന്തായാലും ഫുൾ വില്ലേജിനെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളെ റെയിലും കാര്യങ്ങളും പൊട്ടിച്ച് കളയാട്ടോ ഗൈസ്. റെയിലിൻ്റെ ആവശ്യമില്ല ഇനി. സോ റെയിലൊക്കെ പൊട്ടിച്ചളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ജോബുകൾ സെറ്റ് ചെയ്യണം. അവന്മാർക്കുള്ള ജോബുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ട്രാപ്പ് ഡോർ എടുക്കാം കേട്ടോ. നമ്മളെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാം. 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 ഇവിടെ ഓപ്പൺ ആക്കിയിടാം. അല്ല, ക്ലോസ് ആക്കിയിടാം. ഇനി നമുക്ക് ഇവന്മാർക്ക് ജോബ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു ബെഡ് വേണം. അതുപോലെ തന്നെ വേറെ എവിടെയാണ് വേണ്ടത്? ഇവിടെ ഒരു ബെഡ് വേണം. ആൻഡ് ഇവിടെ ഒരു ബെഡ് വേണം. ഈ ബെഡ് എന്തിനാണ് വെച്ച് കൊടുക്കുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇവിടുത്തെ എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ബാക്കി ബെഡ് കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബെഡും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാർക്ക് ജോബ് കൊടുക്കാന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ കോബിൾ സ്റ്റോൺ പൊട്ടിച്ചോളാം കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവർക്കുള്ള ജോബ് സെറ്റ് ചെയ്യണം. ഒന്നുകൂടി വെച്ച് നോക്കാം. എടുക്കടാ ജോബ്. ജോബ് എടുക്കാത്ത എടുക്കാം. അങ്ങോട്ട് എടുത്തോട്. വീട് ജോബ് എടുക്കടാ. ഏതവനോ ജോബ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. പോ തിരക്കിട്ട് വന്ന് കഴിഞ്ഞെടുക്കും. ഓക്കെ, വെന കൂപ്പന്നെ തരുന്നുള്ള ഗൈസ്. ഇനി വെന ക്യൂർ ചെയ്യണം ഗൈസ്. ക്യൂർ ചെയ്താൽ നമുക്ക് വേറെ ഐറ്റംസ് കിട്ടും. എന്തായാലും അതോടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്ത ആൾക്ക് ജോബ് കൊടുക്കട്ടെ ഗൈസ്. നമ്മുടെ അടുത്ത വില്ലേജറിന് ജോബ് കൊടുക്കാം.
അപ്പോൾ അടുത്ത വില്ലേജർ നമ്മൾ കൊടുക്കാൻ പോകുന്ന ജോബ് എന്ന് പറയുമ്പം ഡാറ്റോഗ്രാഫി ടേബിൾ ആട്ടോ. അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതെടുത്തിട്ടുണ്ട്. ഓക്കെ, 26 പേപ്പർ കൊടുത്താൽ ഒരു എമറാൾഡോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം. ആൾക്ക് ബ്ലാസ്റ്റ് ഫർണസ് ആട്ടോ കൊടുക്കുന്നത്. കൊണ്ട് എന്തെങ്കിലും ഉപകാരം അവൻ്റെ മറ്റേത് കിട്ടും, അയണിൻ്റെ ആർമർ കിട്ടും. ആർമറിനെ കൊണ്ട് വലിയ ഉപകാരമില്ല സത്യം പറഞ്ഞു. നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം. അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഗൈസ് ഇതാണ് ബേരിയൽ. ഓക്കെ, നമുക്ക് മറ്റേ ഇത് ഉണ്ടാക്കാം കേട്ടോ, കമ്പോസ്റ്റർ ഉണ്ടാക്കാം. ഓക്കെ, സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കട്ടെ ഗൈസ്. സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട് നമ്മുടെ അടുത്ത്. കുറച്ചുകൂടി ജോബ് സെറ്റാക്കാം. നമുക്ക് മറ്റേ ഇത് ഉണ്ടാക്കാം ഗൈസ്, കമ്പോസ്റ്റർ ഉണ്ടാക്കട്ടെ ഗൈസ്. കമ്പോസ്റ്റർ സ്ലാബ് ആവശ്യമുണ്ട്. ഓക്കെ, ഇതും ഉണ്ടാക്കാം. അതവിടെ നിൽക്കട്ടെ ഗൈസ്. ഒരു കമ്പോസ്റ്റർ ഉണ്ടാക്കാം കേട്ടോ. കമ്പോസ്റ്റർ വെച്ച് നല്ലൊരു ജോബാണ്. നല്ല ഐറ്റംസ്, നല്ല ഫുഡ് കിട്ടും നമുക്ക്. സോ കമ്പോസ്റ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്യാരറ്റ് കൊടുത്താൽ ഇതോ ഓടായിരുന്നു ടൈപ്പ് നോക്കട്ടെ. ഇത് കൊള്ളാം. ഒരു എമറാൾഡ് കൊടുത്താൽ 23 എമറാൾഡോ. 23 എമറാൾഡ് കൊടുത്താൽ 6 ബ്രെഡ്. അതവിടെ നിൽക്കട്ടെ ഗൈസ്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ക്യൂർ ചെയ്യുമ്പോൾ അതൊക്കെ സെറ്റ് ആയിക്കോളും. സോ ഇനി നമുക്ക് അടുത്ത ആൾക്ക് ഇത് കൊടുക്കാം, സ്മിത്തിങ് ടേബിൾ. കൊള്ളാം. 16 ഗോൾ കൊടുത്താൽ ഒരു എമറാൾഡ്. അതവിടെ നിൽക്കട്ടെ ഗൈസ്. ഇനി അടുത്ത ആൾക്ക് കൊടുക്കാം. ഇവന് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, ബേരിയൽ കൊടുത്താൽ എന്താ ജോബ്? മീന് ഗൈസ്. 2 എമറാൾഡ് കൊടുത്താൽ എത്ര മീനാ? 2 എമറാൾഡും 2 മീനും കൊടുത്താൽ 6 മീനും. മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ജോബ് കൊടുക്കാം. അടുത്ത ജോബ് ബ്രേവിങ് സ്റ്റാൻഡ് ഗൈസ്. ഇതൊരു സ്റ്റാൻഡാണ്. 2 എമറാൾഡ് കൊടുത്താൽ ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് ആണ്. നമുക്ക് അടുത്ത ആൾക്ക് ജോബ് കൊടുക്കാം. അടുത്ത ജോബ് ഇത് കൊടുക്കാം. ലെതറിന് നമുക്ക് ലെതറിന്റെ ഫാം സെറ്റ് ആക്കുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് നമുക്ക് ലെതർ കൊടുത്ത എമറാൾഡ് കിട്ടും കേട്ടോ ഗൈസ്. സോ ഇത് നമുക്ക് പൊട്ടിക്കണം കേട്ടോ ഗൈസ്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി മാറ്റി നോക്കാം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ജോബ് കൊടുത്തു നോക്കാം. ചിലപ്പോൾ അവന് മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാട്ടോ. അതവിടെ പോയി ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ചിലപ്പോൾ അവന് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 11 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ഷെൽഫ് കിട്ടും ഗൈസ്. നല്ലൊരു ഐഡിയ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. എനിക്ക് വേറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ള ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.